अपनी जगह से गिरकर कहीं के नहीं रहते केश औरतें और नाखून अन्वय करते रहते थे किसी श्लोक का ऐसे हमारे संस्कृत टीचर। और मारे डर के जम जाती थी हम लड़कियां अपनी जगह पर. അപ്പോൾ ബേജഗ എന്ന് പറഞ്ഞാൽ ഇടം നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീകളെക്കുറിച്ചാണ്, പെൺകുട്ടികളെക്കുറിച്ചാണ്. അവർക്ക് എവിടെയും ഒരു സ്ഥാനമില്ലാതാകുന്ന അവസ്ഥ, സ്വന്തം വീട്ടിൽ പോലും. अपनी जगह से गिर जाती है केश औरतें और नाखून अन्वय करते थे. तो कविता का आरंभ कवयित्री ऐसे कर रही है कि अपने बचपन में उन्होंने किसी संस्कृत श्लोक पढ़ लिया था किसी संस्कृत टीचर से, उसे याद करते हुए कर रही है. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സംസ്കൃത അധ്യാപിക, കവയിത്രിയുടെ സംസ്കൃത അധ്യാപിക ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്ത ഏതോ ഒരു സംസ്കൃത ശ്ലോകം, ആ ശ്ലോകത്തെ ഓർത്തുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. എങ്ങനെയാണ്? അന്വയ് കർത്തേ ഥേ കിസി ശ്ലോക കാ ഹമാരെ സംസ്കൃത ടീച്ചർ. ഞങ്ങളുടെ സംസ്കൃതം ടീച്ചർ ഒരു ശ്ലോകത്തെ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് അന്വയിപ്പിച്ച് തന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്, വിശദീകരിച്ച് തന്നത്. എങ്ങനെയായിരുന്നു അത്? ആ വരികളുടെ ആശയം ഇങ്ങനെയായിരുന്നു ആ ശ്ലോകത്തിൻ്റെ: അപ്നി ജഗ സെ ഗിർക്കർ കहीं के नहीं रहते കേശ് औरतें और नाखून. ഇതിനെ മൂന്നിനെയും ഒരേ സ്വഭാവക്കാരായിട്ടാണ് പറയുന്നത്. കേശ്, ഔരത്ത്, നാഖൂൻ. കേശ് മുടിയാണ്, ഔരത്ത് സ്ത്രീ, നാഖൂൻ നഖം. ഇതിന് മൂന്നിനും കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്നി ജഗ സെ ഗിർക്കർ കहीं के नहीं रहते, സ്വന്തം ഇടങ്ങളിൽ നിന്ന് പോലും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുമല്ലാതായി പോകുന്ന മൂന്ന് കാര്യങ്ങൾ. അതൊന്ന് മുടിയാണ്, രണ്ട് ഔരത്ത് സ്ത്രീകളാണ്, മൂന്ന് നാഖൂനാണ്. നമ്മുടെ മുടി കൊഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മുടി ചീകുന്ന സമയത്ത് അതിൻ്റെ ചീപ്പിൽ ആ മുടി പൊട്ടി വരികയാണെങ്കിൽ അത് പിന്നെ നമ്മൾ സൂക്ഷിച്ചൊന്നും വെക്കില്ല, നമ്മൾ കളയാണ് ചെയ്യുക. അതുപോലെ നഖം നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ അത് കളയാണ് ചെയ്യുക, നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഔരത്ത് ഭി എന്നാണ് ആ ശ്ലോകം അന്വയിക്കുന്നത്. അതായത് സ്ത്രീയും പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ, സ്വന്തം വീട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവളൊന്നുമല്ല. വീട്ടിൽ പോലും പലപ്പോഴും അവൾക്ക് സ്ഥാനമില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തുള്ള കാര്യം പറയണോ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അന്വയം. അതായത് അപ്നി ജഗ സെ ഗിർക്കർ, उसकी जो जगह है, स्त्री को जो जगह है, केश को और नाखून को जो जगह है, उससे झूठ जाने पर उसका कोई स्थान नहीं रहता, किसी को उसकी ज़रूरत भी नहीं रहता. അതായത് അവരിയ്ക്കേണ്ട സ്ഥാനത്ത് നിന്ന് അവർ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ ആർക്കും ആവശ്യമില്ല. അത് മുടിയാകട്ടെ, നഖമാകട്ടെ, സ്ത്രീയാകട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് ഏതോ ഒരു സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ച് കവയിത്രി പറയാണ്. और मारे डर के जम जाती थी हम लड़कियां अपनी जगह पर. हम लड़कियां डर के मारे जमकर बैठ जाती थी. പേടിച്ച് ഹം ഉധർ ഹി ബൈഠ് ജാതി. നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോരുത്, ഇങ്ങനെ ചെയ്യണ്ട, നിൽക്കണ്ട, നടക്കണ്ട, ഇങ്ങനെയുള്ള നോ കേട്ട് കേട്ട് വളർന്ന പെൺകുട്ടികൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഡർക്കെ മാരെ പേടിച്ച് പതുങ്ങി ഇരിക്കും. അപ്പോൾ അവർക്കൊന്ന് ചിറക് വിരിച്ച് പറക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ആകാശ് കി ബുലന്ദിയോം കോ ഝൂനേക്ക് ഇച്ഛ ഹോഗി. ആകാശത്ത് ഉയർന്ന് പറക്കണമെന്നും വലിയ വലിയ ഉയരങ്ങൾ താണ്ടണമെന്നും ഒക്കെയുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ കൊച്ചിലെ മുതലേ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പല പല റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ, പെൺകുട്ടിയല്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്താൽ, പഠിക്കാനുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ തന്നെ അത് വേണോ, പെൺകുട്ടിക്ക് പറ്റിയതാണോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ വരും. പക്ഷേ അവിടെ നമ്മുടെ സ്വപ്നം ചിലപ്പോൾ അതായിരിക്കും. പക്ഷേ വീട്ടിൽ നിന്നുള്ള പ്രശ്നം കൊണ്ട് പലപ്പോഴും നമുക്കത് വേണ്ടാന്ന് വെക്കേണ്ടി വരും. അതൊക്കെ ഒരു ചെറിയ ചെറിയ എക്സാമ്പിൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഡർക്കെ മാരെ ഹം ലടിക്കാം അപ്നി ജഗ പർ ബൈഠ് ജാതി. അപ്പോൾ ചുറ്റുപാടുമുള്ളവർ നിർത്തി പേടിപ്പിക്കുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് എന്താ ചെയ്യുക? വേണ്ടാന്ന് വെക്കും. നമ്മുടെ സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെക്കും, നമ്മുടെ താല്പര്യങ്ങൾ വേണ്ടാന്ന് വെക്കും, ഹമാരി ആകാംക്ഷയും അല്ലേ, മോഹങ്ങൾ ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് പലപ്പോഴും ചെയ്യുക. അപ്പോൾ ഡർക്കെ മാരെ ഹെ, പേടി കാരണമാണ്. അത് സമൂഹം അല്ലെങ്കിൽ വീട്ടുകാർ ഒക്കെ നമുക്ക് തരുന്ന പേടിയാണ്. എന്താണ് ആ പേടി? നീ പെൺകുട്ടിയാണ് എന്നുള്ള ആ ഒരു പറച്ചിലിൽ തന്നെ അതെന്തോ ഒരു നെഗറ്റിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നീ ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള ആ ചോദ്യത്തിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അതായത് നല്ല അർത്ഥത്തിലല്ല പറയണത്. പെൺകുട്ടിക്ക് പറ്റിയതാ പഠിത്തമല്ല അത്, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പറ്റിയ കോഴ്സല്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം. അപ്പോൾ ജഗ
जगह क्या होती है ये वैसे जान लिया था हमने अपनी पहली कक्षा में ही. സ്ഥാനം, ജഗ, സ്ഥാനം. സ്ഥാനം എന്നാൽ എന്താണ്? ജഗ ക്യാ ഹോത്തി ഹെ, ഒരു ആൺകുട്ടിയുടെ സ്ഥാനം എന്ത്, പെൺകുട്ടിയുടെ സ്ഥാനം എന്ത്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്നി പഹലി കക്ഷാ സേ ഹി, പഹലി കക്ഷാ മേ ഹി, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, പഹലി കക്ഷ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മെനെ ജാൻ ലിയാ ഥാ, ഞാൻ അറിഞ്ഞിരുന്നു ആൺകുട്ടിയുടെ സ്ഥാനം എന്ത്, പെൺകുട്ടിയുടെ സ്ഥാനം എന്തെന്ന്. അതെങ്ങനെയാണ് അവർ മനസ്സിലാക്കിയെന്ന് നോക്കൂ. 1ാം ക്ലാസ്സിൽ യാദ് ഥാ ഹമേ മേക്ക് ഏക് അക്ഷർ ആരംഭിക് പാഠോं का, राम पाठशाला जा, राधा खाना पका, राम आ बताशा खा, राधा झाड़ू लगा, भैया अब सोएगा जाकर बिस्तर बिछा, आहा नया घर है, राम देख यह तेरा कमरा है, और मेरा, ओ पगली लड़कियां हवा धूप मिट्टी होती है. ഇത് 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ ഉദ്ധരിച്ചാണ് കവയിത്രി ഇതവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പുസ്തകം എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു വാക്കുകൾ അത് കൂട്ടി വായിക്കാൻ, അതിനെ സെൻറ്റൻസ് ആക്കാനൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അവൻ പോകുന്നു, അവൾ ഇരിക്കുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകളൊക്കെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുക 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ. അപ്പോൾ അങ്ങനെ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അവർ ആദ്യം വായിച്ചു പഠിച്ച വരികൾ ഇങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു? യാദ് ഥാ ഹമേ മേക്ക് ഏക് അക്ഷർ ആരംഭിക് പാഠോं का, 1ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠങ്ങളിൽ ഞാൻ പഠിച്ച അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു. എന്തൊക്കെയാണ്? രാം പാഠശാല ജാ, രാം നീ സ്കൂളിൽ പോകൂ. രാധ ഖാനാ പകാ, രാധ നീ ഭക്ഷണമുണ്ടാക്കൂ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്, നമ്മുടെ കുട്ടിക്കാലത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ് നമ്മുടെ മനസ്സിൽ അടിച്ചുറപ്പിക്കുന്ന ആ ഒരു ചിന്ത. അതായത് രാമൻ സ്കൂളിൽ പോകേണ്ടവനാണെന്നും രാധ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടവളാണെന്നും. ഇനി രാം ആ ബതാശ ഖാ, രാം നീ വരൂ, വന്ന് ഈ ബതാശ കഴിക്കൂ എന്നാണ് പറയുന്നത്. ബതാശ എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ്. ബതാശ സ്വീറ്റ് ഡിഷാണ്. ഇതാണ് ബതാശ ഇമേജ്. നോർത്ത് ഇന്ത്യൻസൊക്കെ ദീപാവലി പോലുള്ള അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഡിഷാണിത്. ഒരു എന്താ പറയുക, ഒരുപാട് ഷുഗറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ചില അമ്പലങ്ങളിൽ പ്രസാദമായിട്ടുമൊക്കെ അത് കൊടുക്കാറുണ്ട്. അതാണ് ബതാശ. രാം കോ ബതാശ ഖാനെ കെ ലിയെ ബുലാ രഹാ ഹെ, രാമനെ ആ സ്വീറ്റ് ഡിഷ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു. രാധ ഝാഡു ലഗ, അതേസമയം രാധയെ വിളിക്കുന്നത് മുറ്റമടിക്കാനാണ്. ഝാഡു ലഗാന, മുറ്റമടിക്കുക. അപ്പോൾ പെൺകുട്ടിക്ക് വീട്ടുജോലികൾ അല്ലേ, ആൺകുട്ടിക്ക് സ്കൂളിൽ പോകണം, സ്വീറ്റ് കഴിക്കണം. ഇനി നോക്കൂ, ഭയ്യ അബ് സോയേഗാ, നിന്റെ ചേട്ടൻ ഇപ്പോൾ ഉറങ്ങും. ആക്കർ ബിസ്തർ ബിഛ, അവന് വന്നിട്ട് ബിസ്തർ ബിഛ, ബിസ്തർ ബിഛ എന്ന് പറഞ്ഞാൽ എന്താണ്? കിടക്ക വിരിച്ചു കൊടുക്കൂ എന്നാണ്. അവന് വന്ന് കിടക്ക വിരിച്ചു കൊടുക്കൂ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പെൺകുട്ടിയോട് പറയാണ്, അനിയത്തിയോട് പറയാണ്, നിന്റെ ജ്യേഷ്ഠൻ ഉറങ്ങാനുള്ള ബിസ്തർ അല്ലേ, ബിസ്തർ കിടക്ക വിരിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അതായത് അവളുടെ ഉള്ള റോളെന്ന് പറയുന്നത് ഒരു സെർവൻറ്റിൻ്റെ പോലെയൊക്കെയാണ് തോന്നുന്നത്. ഇപ്പം കാര്യം പറയുമ്പോൾ സ്വന്തം വീട്ടിൽ ചെയ്യണ ജോലികളൊന്നും ഒരിക്കലും ഒരു സെർവൻറ്റിൻ്റെ പണിയല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു അസമത്വം, ഇനീക്വാലിറ്റി വരുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ഇതേ ജോലികൾ ആൺകുട്ടിക്കും കൂടി കൊടുത്തു കഴിയുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ നമ്മളിവിടെ കാണുന്നത് ജോലികളെല്ലാം പെൺകുട്ടിയോട് പറയണു, അവിടുത്തെ സുഖ സൗകര്യങ്ങളെല്ലാം ആൺകുട്ടിക്കും കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ബ്രദറിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് തു ജാക്കർ ബിസ്തർ ബിഛ എന്നാണ് പറയുന്നത്. കിടക്ക വിരിച്ചു കൊടുക്കൂ. അഹാ നയാ ഘർ ഹേ, ആഹാ ഇത് പുതിയ വീടാണല്ലോ. ആഹാ നയാ ഘർ ഹേ, ആഹാ ഇത് പുതിയ വീടാണല്ലോ. രാം ദേഖ് യഹ് തേരാ കമറ ഹേ, രാം നോക്കൂ ഇത് നിൻ്റെ മുറിയാണ്. രാം നോക്കൂ ഇത് നിൻ്റെ മുറിയാണ്. അപ്പോൾ ഇതൊക്കെ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള വാചകങ്ങളാണ് കേട്ടോ. അപ്പോൾ രാം ഇത് നിൻ്റെ മുറിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതേ വീട്ടിലെ പെൺകുട്ടി ചോദിക്കുക, അപ്പോൾ എൻ്റേതേതാണ് അല്ലേ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഹർ മേരാ, അപ്പോൾ എൻ്റേതേതാണ് എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു. അപ്പോൾ അവൾക്കുള്ള മറുപടി ഇതാണ്, ഓ പഗ്ലി ലഡ്കിയാം ഹവാ ധൂപ് മിട്ടി ഹോത്തി ഹെ. ഏ പൊട്ടി പെണ്ണെ, പഗ്ലി എന്ന് പറഞ്ഞാൽ ഭ്രാന്തി എന്നാണ് അർത്ഥം അല്ലേ. ഓ പഗ്ലി, ഏ പൊട്ടി പെണ്ണെ, ലഡ്കിയാം ഹവാ ധൂപ് മിട്ടി ഹോത്തി ഹെ. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ
കാറ്റാണ്, ധൂപ്പ് വെയിലാണ്, മിട്ടി മണ്ണാണ്. പെൺകുട്ടി എന്നാൽ ഹവാ ഹെ, ധൂപ്പ് ഹെ, മിട്ടി ഹെ എന്ന് പറഞ്ഞ പെൺകുട്ടി സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഓടി നടക്കേണ്ടവളാണ്. അവൾക്കായിട്ടൊരു പെർട്ടിക്കുലർ സ്പേസ് ഒന്നുമില്ല. അവളെല്ലാം ചേർന്നതാണെന്നാണ് പറയുന്നത്. കാറ്റും വെയിലും മണ്ണും ഒക്കെ ചേർന്നതാണ് നീ. അതുകൊണ്ട് നിനക്കായിട്ട് ഒരു സ്പെഷ്യൽ സ്പേസിൻ്റെ ആവശ്യം ഇല്ല എന്ന് അവളോട് പറയുന്നു. അപ്പോൾ അവിടെ നമുക്കതിനെ രണ്ട് തരത്തിലെടുക്കാം. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത്രയും മഹത്വവൽക്കരിച്ചാണല്ലോ പറഞ്ഞത്. അവൾ സർവ്വവ്യാപിയാണ്, അവൾ എല്ലായിടത്തും എന്താ പറയുക, അവൾക്ക് സ്പേസ് ഉണ്ട്. ഹവാ ഹേ, ധൂപ്പ് ഹേ, മിട്ടി ഹേ എന്നൊക്കെ പോസിറ്റീവ് ആംഗിളിലും നമുക്കതിനെടുക്കാം അല്ലേ. പക്ഷേ ഇവിടെ ഒരിക്കലും പോസിറ്റീവ് ആംഗിളിലല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് അപ്പോൾ സ്ത്രീ ദേവിയാണ്, ദേവതയാണ്, മാലാഖയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് ദിവ്യവൽക്കരിച്ച് വെച്ചിട്ട് ചെയ്യണതെന്താ? അപ്പോൾ നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ മഹത്വവൽക്കരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള കൺസിഡറേഷൻ മതി അല്ലേ. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെ മൂർത്തിയാണ്, ത്യാഗത്തിൻ്റെ മൂർത്തിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വലിയ വിശേഷണങ്ങൾ തന്നുകൊണ്ട് വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് എക്സ്പ്ലോയിറ്റേഷനാണ്, ചൂഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഈ സർവം സഹയാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് സഹിക്കാൻ വേണ്ടി ലേബലൈസ് ചെയ്ത് സ്ത്രീയെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാലാഖയൊന്നും ആക്കണ്ട, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാത്രം കൺസിഡറേഷൻ കൊടുത്താൽ മതിയാകും, സ്ത്രീക്കും പുരുഷനെ പോലെ തന്നെ. അപ്പോൾ ഇവിടെയും പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കാറ്റാണ്, വെയിലാണ്, മണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെ എന്താ പറയുക, ഒരു പർട്ടിക്കുലർ സ്പേസ് തരാതെ. ഇപ്പോൾ ഒരു റൂം മേരാ കമ്ര കഹാ ഹെ എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ അത് കുറച്ച് കാവ്യാത്മകമായി കൊടുക്കുന്ന മറുപടിയാണ്. ഇന്ന് നീ എന്നാൽ ഇതൊക്കെയല്ലേ, നിനക്കെന്തിനാണ് ഒരു സ്ഥലം, നിനക്കായിട്ട് എന്തിനാണ് ഒരു സ്ഥലം എന്നാണ് ചോദിക്കുന്നത്. ഇതെല്ലാം നിൻ്റെത് തന്നെയല്ലേ, പിന്നെ നിനക്കായിട്ടൊരു സ്പെഷ്യൽ സ്ഥലം എന്തിനാ എന്ന് വളരെ പോളിഷ് ചെയ്ത ഭാഷയിൽ കൊടുക്കുന്ന ഒരു മറുപടിയാണ് നമ്മളവിടെ കാണുന്നത്. ഉൻകാ കോയി ഘർ നഹി ഹോത്താ, ഉൻകാ കോയി ഘർ നഹി ഹോത്താ, ലഡ്കി കാ കോയി ഘർ നഹി ഹോത്താ. പെൺകുട്ടിക്കായിട്ടൊരു വീടൊന്നും ഉണ്ടാവില്ല, അവൾക്കായിട്ടൊരു മുറി ഉണ്ടാവില്ല, അവൾക്കായിട്ടൊരു വീടുണ്ടാവില്ല. അവൾ ജനിക്കുന്ന കാലം തൊട്ടേ അവളുടെ വീട്ടിൽ നിന്ന് അവൾ കേൾക്കുന്നത് നീ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളല്ലേ എന്നാണ്. എന്ന് വെച്ചാൽ അവളുടെ വീട് അതല്ല എന്നൊരു പരോക്ഷധ്വനി അവിടെയുണ്ട്. ഇനി മറ്റൊരു വീട്ടിൽ ചെന്നാലത്തെ അവസ്ഥ എന്താണ്? വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടി എന്നുള്ളൊരു വിശേഷണമാണ് അവിടെ കിട്ടുക. മറ്റൊരു വീട്ടിൽ നിന്ന് വന്നവൾ. ചുരുക്കി പറഞ്ഞാൽ ജനിച്ച വീട്ടിലും അവൾക്ക് സ്ഥാനമില്ല, ചെന്ന് കയറുന്ന വീട്ടിലും അവൾക്ക് സ്ഥാനമില്ല എന്നൊരു സിറ്റുവേഷൻ. ഉൻകാ കോയി ഘർ നഹി ഹോത്താ, ചുരുക്കി പറഞ്ഞാൽ അവൾക്കൊരു വീടില്ല. ജിൻകാ കോയി ഘർ നഹി ഹോത്താ ഉൻകി ഹോത്തി ഹേ ഫലാ കോൻസി ജഗ. സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തവൾക്ക്, ഒരു മുറിയില്ലാത്തവൾക്ക്, സ്വന്തം വീട്ടിൽ പോലും ഒരു സ്പേസ് കിട്ടാത്തവൾക്ക് എങ്ങനെ സൊസൈറ്റിയിൽ സ്ഥാനം ലഭിക്കാനാണ്? അവളുടെ വർക്ക് സ്പേസിൽ അവൾക്ക് സ്ഥാനം ലഭിക്കാനാണ്? പുറത്തിറങ്ങിയാൽ അവളെ ആരും മാനിക്കാനാണ്? സ്വന്തം വീട്ടിൽ കിട്ടാത്ത മാന്യത അവൾക്ക് എങ്ങനെ പുറത്ത് ലഭിക്കാനാണ്? ജിൻകാ കോയി ഘർ നഹി ഹോത്താ, ആർക്കാണോ സ്വന്തമായി ഒരു വീട് തന്നെ ഇല്ലാത്തത്, ഉൻകി ഹോത്തി ഹേ ഫലാ കോൻസി ജഗ, അവൾക്ക് പിന്നെ എവിടമാണുള്ളത്? സ്വന്തം വീട് പോലും ഇല്ലാത്തവൾക്ക് പിന്നെ എവിടെ സ്ഥലമുണ്ടാകാനാണ്? ആരവളെ അംഗീകരിക്കാനാണ്? കോൻസി ജഗ ഹോത്തി ഹേ ऐसी जो झूठ जाने पर औरत हो जाती है. കോൺസി ജഗ ഹോത്തി ഹെ ऐसी जो झूठ जाने पर औरत हो जाती है. അപ്പോൾ അത് ആദ്യം പറഞ്ഞ ആ ഒരു വരിയിൽ നിന്നാണ്, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ അല്ലേ. छूट जाने पर, जगह नष्ट हो जाने पर, कहीं का न रहने वाला 3 कार्य है. एक नाखून है, एक केश है और एक स्त्री है. അതായത് തൻ്റെ സ്പേസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുവരെ ഇരുന്ന ആ ഒരു സ്ഥലം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും വേണ്ടാതായി പോകുന്നതാണ് മുടി, അതുപോലെ നഖം, പിന്നൊന്ന് സ്ത്രീ. അപ്പോൾ സ്വന്തം വീട്ടിൽ പോലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു പെണ്ണിനെ കോൻ ജഗ ദേഗ, അവൾക്ക് ആരാണ് ഒരു സ്പേസ് കൊടുക്കുക? കോൻസി ജഗ ഹോത്തി ഹെ, അവൾക്ക് എവിടെയാണ് പിന്നെ സ്ഥാനമുണ്ടാവുക? അവൾക്ക് എവിടെയാണ് ഒരിടമുണ്ടാവുക? छूट जाने पर औरत हो जाती है, घर से छूट जाने पर औरत हो जाती है. അപ്പോൾ സ്ത്രീയുടെ ഒരു പൊതു അവസ്ഥയാണ് അവിടെ പറയുന്നത്. कटे हुए नाखूनों, कटे हुए नाखूनों, कंघी में फंसकर बाहर आए केशों सी, एकदम से बुहार दी जाने वाली. औरत कंघी में फंसकर बाहर आए केशों के समान है, कटे हुए नाखूनों के समान है.
तो സ്ത്രീകളുടെ അവസ്ഥ ഏതാണ്? നാഖൂൻ ജബ് കട്ട് ജാത്തെ ഹെ തോ കहीं का नहीं रह जाता. നഖം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ നഖം കൊണ്ട് ആർക്കും ഒരാവശ്യമില്ല, അത് പിന്നെ വേസ്റ്റാണ്. അതുപോലെ കങ്കി മേ ഫസ്കർ, കങ്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീപ്പ്. അപ്പോൾ ചീപ്പിൽ ഫസ്ന കുരുങ്ങി ബാഹറായ കേഷ്, പൊട്ടിപ്പോകുന്ന മുടികളുണ്ടല്ലോ, നമ്മുടെ ചീപ്പിൽ കുരുങ്ങി പൊട്ടിപ്പോകുന്ന മുടി, അത് പിന്നെ ആർക്കും ആവശ്യമില്ല, അത് പിന്നെ വേസ്റ്റാണ്. കയ്യിൽ നിന്ന് നമ്മൾ വെട്ടിക്കളയുന്ന നഖം, വിരലിൽ നിന്ന് വെട്ടുന്ന നഖം, അതും പിന്നെ വേസ്റ്റാണ്. അതുപോലെ ഏക്ദം സേ ബുഹാർ ദി ജാനെ വാലി, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സ്ത്രീകൾ. ബുഹാർ ദേന എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നുള്ളതാണ്, ആ ഒരു എക്സിറ്റ്, ആ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഖർസെ എക്ദം ബുഹാർ ദി ജാനെ വാലി സ്ത്രീക്കോ, വീട്ടിൽ പോലും ഉപേക്ഷിക്കപ്പെടുന്ന പെണ്ണിനെ പിന്നെ ആര് സ്വീകരിക്കാനാണ്? സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത പെണ്ണിനെ പിന്നെ ആരാണ് അംഗീകരിക്കുക? ഘർ ഛൂട്ടേ, അവൾക്ക് വീട് നഷ്ടപ്പെടുന്നു. ദർ ഛൂട്ടേ, അവളുടെ മൂല്യം, അവളുടെ അഭിമാനം, അതാണ് അല്ലേ? ദർ ഝൂട്ടന എന്ന് പറഞ്ഞാൽ അവളുടെ ആ സെൽഫ് റെസ്പെക്റ്റ് അവൾക്ക് നഷ്ടപ്പെടുകയാണ്. പെൺകുട്ടിക്ക് അവളുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടാൽ, ഘർ ഛൂട്ടേ, അവളുടെ വീട് നഷ്ടപ്പെട്ടാൽ. छूट गए ലോഗ് സൊസൈറ്റി, ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പരിസരമാണ്, ജീവിത പരിസരം, ആംഗൻ. അപ്പോൾ നമ്മുടെ വീട്, നമ്മുടെ വീട്ടു പരിസരം, പിന്നെ നമ്മുടെ ആ ഒരു റെസ്പെക്റ്റ്, സമൂഹം, ഇത് ഒക്കെ നമ്മളെ വിട്ട് മാറി നിന്ന് കഴിയുമ്പോൾ, അതായത് ഇവിടങ്ങളിലൊന്നും നമുക്ക് നമ്മുടേതായൊരു സ്പേസ് ഇല്ലാതാകുമ്പോൾ, അതായത് നമുക്ക് മൂല്യമില്ലാതാകുന്നു, വീട്ടിലാർക്കും വേണ്ട, സൊസൈറ്റിയിലാർക്കും വേണ്ട, അങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു പോവുകയാണ്, കുച്ച് പ്രശ്ന പീछे പടേ ഥേ വേ ഭീ ഛൂട്ടേ. കുച്ച് പ്രശ്ന മേരെ മൻമേ ഥേ, ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ചോദിച്ച് വന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഇങ്ങനെ ഈ ഒരു രണ്ടാം തരം പൗരത്വം കൊടുക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നം എൻ്റെ മനസ്സിലുണ്ട്. സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ, അവളെന്താണ് ആർക്കും വേണ്ടാത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പീछे പടേ ഥേ മനസ്സിലുണ്ടായിരുന്നു. വേ ഭീ ഛൂട്ടേ, ആ ചോദ്യങ്ങളെയും ഞാനങ്ങ് ഉപേക്ഷിച്ചു. അതായത് എൻ്റെ മനസ്സിൽ സ്ത്രീകളോടുള്ള ഈ ഒരു അസമത്വം, അല്ലെങ്കിൽ അവരെ മാർജിനലൈസ് ചെയ്ത് നിർത്തുന്ന ആ ഒരു അവസ്ഥ, അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്ന് അനുഭവിച്ച് ഞാനും അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അത് ഞാനും ഇപ്പോൾ അംഗീകരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ചോദ്യങ്ങളില്ല, ഞാനും ആ ഒഴുക്കിൻ്റെ ഭാഗമായി തീർന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല എന്നാണ് കവയിത്രി പറയുന്നത്. കുച്ച് പ്രശ്ന പീछे പടേ ഥേ, മനസ്സിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്നോട് ഇങ്ങനെ കാട്ടുന്നത് എന്തിനാ, അനിയൻ അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കെന്താ അമ്മ അത് തരാഞ്ഞത്, അച്ഛൻ എന്താ എനിക്കങ്ങനെ, ഞാൻ അത് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിത്തന്നില്ല, ചേട്ടന് വാങ്ങിക്കൊടുത്തു, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. വലുതാവുന്നതിനനുസരിച്ച് ഞാൻ ആ ചോദ്യങ്ങളെയൊക്കെ അങ്ങ് പാടെ ഉപേക്ഷിച്ചു. ഉത്തരം കിട്ടിയതുകൊണ്ടല്ല, ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയതുകൊണ്ടല്ല, പക്ഷേ സമൂഹം അങ്ങനെയാണ്, ആ ഒഴുക്കിലേക്കങ്ങ് ഞാനും ഇറങ്ങി എന്നാണ് പറയുന്നത്. ഛൂട്തി ഗയി ജഗഹേം ഛൂട്തി ഗയി, എൻ്റെ ഇടങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ പരിസരം, എൻ്റെ സമൂഹത്തിലുള്ള എൻ്റെ സ്ഥാനം ഒക്കെ എനിക്കിങ്ങനെ നഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഡേ ബൈ ഡേ മനസ്സിലാക്കിയെടുത്തു. പെണ്ണിന് സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അവഗണനകൾ ഉണ്ട്. അതൊക്കെ ഞാൻ അതിനോടങ്ങ് യൂസ്ഡായി, പൊരുത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. परंपरा से झूठकर बस यह लगता है कि किसी बड़े क्लासिक से पास कोर्स बीए के प्रश्न पत्र पर छिटकी छोटी सी पंक्ति हूँ, चाहती नहीं लेकिन कोई करने बैठे मेरी व्याख्या सप्रसंग. परंपरा से झूठकर बस यह लगता है, अब मुझे सिर्फ यही लगता है. ഇപ്പോൾ എനിക്ക് തോന്നിയതാണ് പരമ്പരാസെ ഝൂട്ടുകർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല,
ഈ ഒരു അവഗണന എന്ന് പറയുന്നത്, സ്ത്രീയെ മാറ്റി നിർത്തുന്ന അവസ്ഥ എന്ന് പറയുന്നത് പരമ്പരാസേ അറിയേ. കഴിഞ്ഞ ജനറേഷൻ ഉണ്ടായിരുന്നു, ഈ ജനറേഷൻ ഉണ്ട്, അടുത്ത ജനറേഷനിലും അതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക അല്ലേ. തോ വഹാസെ ജൂഡ്കർ രഹന മേരലിയ അസംഭവ് ഹെ. അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്ര ഈസി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് കവയിത്രി പറയുന്നു. അപ്പോൾ പിന്നെന്താ മുന്നിലുള്ള വഴി? കിസി ബഡേ ക്ലാസിക് സേ പാസ് കോഴ്സ് BA के प्रश्न पत्र पर छिटकी छोटी सी पंक्ति हूँ. ഞാനിപ്പോൾ എന്താണ് എന്ന് പറയാണ് കവയിത്രി. അബ് മേ കിസി ബഡേ ക്ലാസിക് സേ, ഏതോ ഒരു വലിയ ക്ലാസിക് രചനയിലെ, ഏതോ ഒരു വലിയ ക്ലാസിക് രചനയിലെ ഛോട്ടി സി പങ്ക്തി ഹൂം, ഒരു ചെറിയ വരിയാണ് ഞാൻ. ഏതോ ഒരു വലിയ ക്ലാസിക്കിലെ ഒരു ചെറിയ വരിയാണ് ഞാൻ. ആ വരി ഇപ്പോൾ എവിടെ ഉണ്ട് നോക്കൂ. പാസ്കോസ് BA के प्रश्न पत्र पर झुटकी हूँ. അതായത് BA പാസ്കോസ് ഓണേഴ്സ് പോലെ, BA ഓണേഴ്സ് പോലെ പാസ്കോസ്, നിങ്ങളൊക്കെ BA പാസ്കോസുകാരാണല്ലോ. അപ്പോൾ പാസ്കോസ് BA, എന്താണ് ഓണേഴ്സും പാസ്കോസും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയാമോ? ഓണേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കും. പാസ്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി എടുത്ത ശേഷം ഒരു എന്താ പറയുക, ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നേടുന്നു, പിന്നെ അതിൻ്റെ ഫർദർ സ്റ്റഡീസിലേക്ക് പോകുന്നതിനുള്ളതാണ്. പക്ഷേ ഓണേഴ്സ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ജോബിൻ്റെ ഉള്ള ഒരു സാധ്യത കൂടി വരും. അതാണ് ആ വ്യത്യാസം. അപ്പോൾ BA പാസ്കോസ് കെ പ്രശ്നപത്ര, BA പാസ്കോസിലെ എക്സാമിനോ മറ്റോ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രശ്നപത്ര, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചിട്കി ഹുയി, ഉസ്മേം എന്താണ് അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അച്ചടിക്കപ്പെട്ട ഛോട്ടി സി പങ്ക്തി ഹും, ചെറിയ വരിയാണ് ഞാൻ, ഒരു ചെറിയ വരിയാണ് ഞാൻ. അപ്പം ഞാനിപ്പോൾ ഒരു കവിതയുടെ ഒരു വരി മാത്രമാണ്. ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടമാവില്ല അറ്റൻഡ് ചെയ്യാനായിട്ട്. ഒന്നുകിൽ നമുക്ക് അറിയാത്തതുകൊണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വിഷയമായിരിക്കില്ല, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കില്ല. അത് ഈ പല പല കാരണങ്ങളാണ്. നമുക്ക് നന്നായിട്ട് അറിയാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വിഷയമാകാത്തതുകൊണ്ടതാവും. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. പക്ഷേ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് അറ്റൻഡ് ചെയ്യേണ്ടി വരും. താല്പര്യമില്ലാതെ, ചോയ്സ് ഉണ്ടാവില്ല, വേറെ ചോയ്സ് ഒന്നുമില്ല, അത് എഴുതിയേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം വരുമ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്തു പോകും. പക്ഷേ മനസ്സിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ചോദ്യം, ആ ചോദ്യം ഏതോ ഒരു ക്ലാസിക് കവിതയെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരു കവിതയിലെ ഒരു ചെറിയ വരിയാണ് ഞാൻ. ആരാണ്? സ്ത്രീ എന്നാൽ ആരും താല്പര്യമില്ലാതെ അറ്റൻഡ് ചെയ്യുന്ന ഒരു കവിതയിലെ വരി പോലെയാണെന്നാണ് കവയിത്രി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം പെൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇന്നുമുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് അത്രയും റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടാവും. എല്ലാ വീട്ടിലും അങ്ങനെ ആവണമെന്നില്ല. ആൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോഴുള്ള മുഖപ്രസാദം പെൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ ഇല്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഭാര്യയോട് വഴക്കിടുന്ന, അത്ര ബോധമില്ലാത്ത മനുഷ്യർ ഇന്നും സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് പെൺകുട്ടിയും ആൺകുട്ടിയും ജനിക്കുന്നതൊന്നും ഒരു സ്ത്രീ വിചാരിച്ചിട്ടല്ല എന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്, പെൺകുട്ടിയെ ജനിച്ചതിൻ്റെ പേരിൽ, പെൺകുട്ടിയെ പ്രസവിച്ചതിൻ്റെ പേരിൽ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബോധമില്ലായ്മ കൂടി പേറുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, ചാഹതി നഹി ലേക്കിൻ കോയി കർണേ ബൈഠേ മേരി വ്യാഖ്യാ സപ്രസംഗ്. അതായത് ഞാൻ എങ്ങനെയാണ്, ഒരു കവിത പോലെയാണ്, ഇഷ്ടമില്ലാതെ ആരോ അറ്റൻഡ് ചെയ്യാനിരുന്ന ഒരു കവിത പോലെ. മേരി സപ്രസംഗ് വ്യാഖ്യാ കർണ ഹെ. ആ കവിത എന്ത് ചെയ്യാനുള്ളതായിരുന്നു? സന്ദർഭസഹിതം വ്യാഖ്യാ, അല്ലേ? അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതായിരുന്നു, റെഫറൻസ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കവിതയിലെ വരി പോലെ. എന്നാൽ ആ ഉത്തരം എഴുതാനിരിക്കുന്ന ആൾക്ക് അത് അറ്റൻഡ് ചെയ്യാനൊട്ട് താല്പര്യവുമില്ല, പക്ഷേ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു. ബിക്കോസ് അവിടെ വേറെ ചോയ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതുപോലെ ജീവിക്കുന്ന പല പെൺകുട്ടികളും പല വീടുകളിലുമുണ്ട്. അതായത് എൻ്റെ മകനായതുകൊണ്ട്, എൻ്റെ മകളായതുകൊണ്ട്, എൻ്റെ ചോരയായതുകൊണ്ട് എന്ന് കരുതി പെൺകുട്ടിയെ സഹിക്കുന്ന പല വീടുകളും നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് നമ്മുടെ സൗത്തിൽ
വളരെ കുറവാണെന്ന് വേണം കരുതാൻ. നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയാൽ അതിൻ്റെ കേന്ദ്രമാണ്. ഈ പറയുന്ന പെൺകുട്ടികളോടുള്ള അവഗണനയുടെ ഒരു കേന്ദ്രമാണ്. നോർത്തിലൊക്കെ പലയിടത്തും ഇങ്ങനെയുള്ള ഭ്രൂണഹത്യകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നാലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, എന്താണ്, ഇതുപോലെ ലിംഗനിർണയം നിയമപരമായി ശിക്ഷാർഹമാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുകയും ചെയ്യും. ഉള്ളിൽ അതിന് വേണ്ട കളികൾ നടക്കുകയും ചെയ്യും. അതായത് ഹോസ്പിറ്റലിലൊരു ഡോക്ടറും പേഷ്യൻറ്റും കൂടി വിചാരിച്ചാൽ മതി ആ പെൺകുഞ്ഞാണെന്ന് മനസ്സിലാകുമ്പോൾ വയറ്റിൽ തന്നെ അബോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലാപരിപാടികളൊക്കെ പ്രത്യേകിച്ച് നോർത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, പാസ്കോസ് ബി എ കെ പ്രശ്നപത്ര പർ ഛിട്കി ഛോട്ടി സി പങ്ക്തി ഹൂ മേ, അല്ലേ? അപ്പോൾ ബി എ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ആൻസർ ചെയ്യേണ്ടി വരുന്ന ഒരു വരിയാണ് ഞാൻ. ചാഹത്തി നഹി ലേക്കിൻ കോയി കർണേ ബൈഠേ മേരി വ്യാഖ്യാസ പ്രസംഗ്. താല്പര്യമില്ലാതെ ആരോ അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ. അതിൻ്റെ സന്ദർഭസഹിതം ആ വരിയെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരു കവിത. ആ കവിതയിലെ ഒരു വരിയാണ് ഞാൻ. സാരേ സന്ദർഭോं के पार मुश्किल से उड़कर पहुंची हूँ, ऐसे ही समझी पड़ी जाऊँ जैसे अधूरा अभंग. സാരേ സന്ദർഭോं के पार, എല്ലാ സന്ദർഭങ്ങൾക്കും അപ്പുറം. അപ്പോൾ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ സിറ്റുവേഷൻസും ഫേസ് ചെയ്തുകൊണ്ട്, പല പല അവസ്ഥാന്തരങ്ങൾ മറികടന്നുകൊണ്ട്, പല അവഗണനകളുടെയും പല മുഖങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, മുഷ്കിൽ സെ ഉടുക്കർ പഹുഞ്ചി ഹൂം, വളരെ കഷ്ടപ്പെട്ട് ഉടുക്കർ പഹുഞ്ചി ഹൂം, പറന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്ത്രീ ഇന്നത്തെ നിലയിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിളിൻ്റെ കഥയുണ്ട്. ഒരുപാട് പേരുടെ സ്ട്രഗിളിൻ്റെ ഫലമാണ്. അപ്പോൾ ആ സ്ട്രഗിളിന് പറയുമ്പോൾ നമ്മൾ അതും പറയണം, പുരുഷന്മാരുടെയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലേ? പുരുഷന്മാരുടെ കൂടി സപ്പോർട്ടോടുകൂടി തന്നെയാണ് നമ്മൾ സ്ത്രീകൾ ഇന്നത്തെ അവസ്ഥയിലെങ്കിലും എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രഗിളിൽ സഹായിച്ച പുരുഷന്മാരും ഒത്തിരിയാണ്. അപ്പോൾ ആ ഒരു നവോത്ഥാനത്തിന് പിന്നിൽ നിന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ നവമുന്നേറ്റത്തിന് പിന്നിൽ നിന്ന ഒരുപാട് പുരുഷന്മാരുമുണ്ട്, അല്ലേ? അപ്പോൾ ഹം മുഷ്കിൽ സെ ഉടുക്കർ പഹുഞ്ചി ഹൂം, ഒരുപാട് കഷ്ടപ്പെട്ട് പറന്ന് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് സ്ത്രീകൾ. അപ്പോൾ വീട്ടിൽ തന്നെ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയെ സമൂഹം എങ്ങനെ അംഗീകരിക്കാനാണെന്നൊരു ചോദ്യമാണ് കവയിത്രി നമ്മളോട് ചോദിക്കുന്നത്. ऐसे ही समझी पढ़ी जाऊं जैसे अधूरा अभंग. സ്ത്രീ ഒരു അധൂര അഭംഗ് ആയാൽ മതിയോ, ഇങ്ങനെ സംശി പടി ജാനാ ഹേ, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതിയോ എന്നാണ് കവയിത്രി ചോദിക്കുന്നത്. അതായത് അഭംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. തുക്കാറാം കെ അഭംഗ് മനുമേധെ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇതെഴുതുമ്പോൾ തുക്കാറാം എന്ന് പറയുന്ന സന്യാസിയായ കവി ഉണ്ടായിരുന്നു മുൻപ്. നമ്മുടെ കബീറിൻ്റെയൊക്കെ ആ ഒരു മുന്നേ, കബീർദാസിനും ഒക്കെ മുന്നേ ഉണ്ടായിരുന്ന കവിയാണ് തുക്കാറാം. തുക്കാറാമിൻ്റെ കവിതകളെ നമ്മൾ കബീറിൻ്റെയൊക്കെ ദോഹ എന്ന് പറയുന്നത് പോലെ തുക്കാറാം എഴുതിയിരുന്ന അത് അഭംഗാണ്. തുക്കാറാം മാത്രമല്ല അഭംഗ് എഴുതിയിട്ടുള്ളത്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ അഭംഗ് കവിത എന്ന് പറയുന്നത്. അപ്പോൾ ഏസേ ഹി സംജി പഠി ജാവും, സ്ത്രീ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ മതിയോ എന്ന് കവയിത്രി ചോദിക്കുകയാണ്. അപ്പോൾ തുക്കാറാം ആരാണ് എന്നുകൂടി മനസ്സിലാക്കാം. തുക്കാറാം 17वीं शताब्दी के महान संत कवि थे. 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി കവിയായിരുന്നു. ये भारत में लंबे समय तक चले भक्ति आंदोलन के प्रमुख स्तंभ थे. അപ്പോൾ ഇന്ത്യയിൽ വലിയൊരു കാലയളവിൽ നിലനിന്നിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പികളിൽ ഒരാളായിരുന്നു സന്ത് തുക്കാറാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് വാർക്കരി വൈഷ്ണവ സമ്പ്രദായമാണ്. വാർക്കരി എന്നും വൈഷ്ണവ സമ്പ്രദായവും എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ബൗദ്ധ ദർശനം, ജൈന ദർശനം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒന്നാണ് ഈ വാർക്കരിയും. അപ്പോൾ വിഷ്ണുവിനെ ഉപാസിച്ചിരുന്നവരാണ് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളവർ. പിന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യക്ക് കാര്യം പറയുന്നുണ്ട്. സാഹിത്യരചന നടത്തിയിട്ടുള്ളത് അഭംഗ് ഭക്തി കവിതയാണ്. അഭംഗ് എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി, എല്ലാം വിഷ്ണു കി പ്രശസ്തി ഹെ, കവിതകളെല്ലാം വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടുള്ളവയാണ്. ഒരു ദർശൻ വാർക്കരി ഹെ വൈഷ്ണവ സമ്പ്രദായ. തോ അതാണ് നമ്മുടെ സന്ത് തുക്കാറാം എന്ന് പറയുന്നത്. സന്ത് തുക്കാറാമിൻ്റെ അഭംഗ് കവിത എന്ന് പറയുന്നത്, ഒന്നുകൂടി പറയാം, അഭംഗ് കവിത എന്ന് പറയുന്നത് വൈഷ്ണവ വിശ്വാസത്തിലുള്ള കവിതകളാണ്.
അപ്പോൾ അഭംഗ് വിഠൽ യാ വിനോബ की സ്തുതി में गाए गए छंद है. വിഠൽ അല്ലെങ്കിൽ വിനോബ എന്ന് പറയുന്നത് അവരുടെ പരമ പൂജ്യ ഗുരുവായിട്ട് അവർ കണക്കാക്കിയിരുന്ന ആളാണ് വിഠൽനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്തുതിഗീതങ്ങളും ഈ അഭംഗിൽ വരുന്നുണ്ട്. മഹാരാഷ്ട്രക്കെ വാർക്കരി സമ്പ്രദായിക്കെ സന്ത്, വാർക്കരി സമ്പ്രദായം അതാണ് നേരത്തെ പറഞ്ഞ ബുദ്ധ മതം പോലെയുള്ള പണ്ട് കാലത്തുള്ള ഒരു വിശ്വാസമാണിത്. അത് മഹാരാഷ്ട്രയിലാണ് അത് വേരൂന്നിയിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ആ സന്യാസിമാർ 13-ാം നൂറ്റാണ്ടിനിടയ്ക്ക് എഴുതിയ അതും ക്ഷേത്രീയ ഭാഷകളാണ്, റീജിയണൽ ലാംഗ്വേജസിൽ എഴുതിയ ആ ഒരു കാവ്യങ്ങളാണ് അഭംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, മേ അധൂര അഭംഗ് കെ സമാനവും. അപ്പോൾ തുക്കാറാം സന്ത് എഴുതി പകുതിയിൽ നിർത്തിപ്പോയ ഒരു അഭംഗ് കെ സമാൻ, ആ ഒരു കാവ്യത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ആശയം ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുപോലെ ഒന്നാണ് സ്ത്രീ. ऐसी समझी बड़ी जाऊं, पूर्णमाയും समझने के लिए किसी ने कोशिश नहीं किया है. स्त्री को पढ़ने का प्रयास भी किसी ने भी नहीं किया है. സ്ത്രീയെ മനസ്സിലാക്കാനും അവളെ അറിയാനും പലപ്പോഴും പലരും ശ്രമിച്ചിട്ടില്ല. എന്തുപോലെയാണ്? അഭംഗ് കെ സമാൻ, തുക്കാറാം ജേസെ സന്തോങ്കെ അധൂര അഭംഗ്. അപ്പോൾ തുക്കാറാമിൻ്റെ ഒന്നും അഭംഗൊന്നും നമ്മൾ ലിറ്ററേച്ചറിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നല്ല. അതിൻ്റെ കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, നമുക്കതിൻ്റെ കോപ്പീസൊന്നും ശരിക്കും മൗലികമായിട്ടുള്ളതൊന്നും അവൈലബിൾ അല്ലാത്തത് ഒരു റീസണാണ്. നമുക്ക് അത്രത്തോളം പഴക്കമുള്ളതാണല്ലോ, അപ്പോൾ അത്രയും അവൈലബിൾ അല്ല. പിന്നെ പലരും എടുത്ത് എഡിറ്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ആ ഒരു പൂർണ്ണ സ്വരൂപം നമുക്ക് കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും നമ്മളത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ അഭംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കോപ്പീസ് ഒന്നും അവൈലബിൾ ആണ്, പക്ഷേ അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ക്ലാസിക് ലോക ക്ലാസിക്കിലെ അല്ലേ, ബഡേ ക്ലാസിക്സേ ഏതോ ക്ലാസിക് രചനയിലെ छोटी सी पंक्ति, ചെറിയ വരി പോലെയാണ് ഞാൻ. ജിസെ ഉസ് പ്രശ്നക്കോ ലിഖന അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ ആൻസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. उसका जवाब करना नहीं तो उसका उत्तर लिखना कोई नहीं चाहता है तो भी उसे लिखना पड़ रहा है. എഴുതാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബഹുമൂല്യമുള്ള കൃതിയായിട്ടും, സ്ത്രീ എന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടൊരു അസറ്റാണ്, പക്ഷേ അതിനെ മനസ്സിലാക്കുന്നില്ല എന്നും കൂടിയാണ് അവിടെ ഒരു ടോൺ ഉള്ളത്. സ്ത്രീയുടെ മൂല്യം ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ ക്ലാസിക് രചന പോലെയാണ്. അപ്പോൾ ആ ക്ലാസിക് രചനയെ മനസ്സിലാക്കാതെ ഉപേക്ഷിക്കുകയാണ്. അതുപോലെ സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കാതെ, അവളെ വായിക്കാൻ ശ്രമിക്കാതെ, അവളുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കാതെ ഉപേക്ഷിക്കുന്ന ആ അവസ്ഥ, അതാണ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അധൂര അഭംഗ് കെ സമാൻ സംജി പടി ജാവും അല്ലേ. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സന്ത് തുക്കാറാമിനെ പോലെയുള്ളവരുടെ അഭംഗ് പോലെ, അവരുടെ കാവ്യങ്ങളെ പോലെ വായിച്ചിട്ടും മനസ്സിലാകാതെ പോകുന്നതുമാണ്. അപ്പോൾ ചിലപ്പോൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ തന്നെ വായിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് സ്ത്രീയുടെ അവസ്ഥ. വോ ബേജഗ ഹോത്തി ഹേ, അവൾക്ക് സ്വന്തമായി ഒരു ഇടമില്ല, വീട്ടിൽ പോലും അവൾ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നവളാണ്. അങ്ങനെയുള്ളവളെ സമൂഹം എങ്ങനെ അംഗീകരിക്കാനാണ്? तो अनामिका कह रहे हैं कि स्त्री जब घर से निकलती है तो यानी स्त्री को घर में ही कोई स्थान या जगह नहीं मिल रही है तो समूह कैसे उसे अपनाएगा, समाज में उसे कैसे उसकी कोई स्थिति मिलेगी, उसे कौन अपनाएगा. വീട്ടിൽ പോലും അവളെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ സമൂഹം അവളെ എങ്ങനെ അംഗീകരിക്കാനാണ് എന്നാണ് ബേജഗ എന്ന കവിതയിലൂടെ അനാമിക നമ്മളോട് ചോദിക്കുന്നത്.